നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. എനിക്ക് ഇന്നലെ ഫുൾ മൂൺ എനർജിയുടെ ഞാൻ അപ്ഡേറ്റ് എടുത്തില്ല. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ചെയ്യാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പേഴ്സണിനെ, നിങ്ങളെയും റിലേഷൻഷിപ്പിനെയും ഓക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഫുൾ മൂണിൽ എങ്ങനെയാണ് നിങ്ങൾ അഫക്റ്റ് ആവുന്നത്, നിങ്ങളായാലും നിങ്ങളുടെ പേഴ്സണായാലും റിലേഷൻഷിപ്പിലും വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫുൾ മൂണിൻ്റെ ഇഫക്റ്റ് എന്താണ് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഞാൻ ഇട്ട പഴയ വീഡിയോസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊക്കെ എടുത്ത് കാണാം. റെമഡീസും കാര്യങ്ങളും ഒക്കെ ഞാൻ വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, പഴയ അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എപ്പോഴും സെയിം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ലിങ്ക് കൊടുക്കാം. പവർഫുൾ ആണ് ഫുൾ മൂൺ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ ഇഫക്റ്റ് നിങ്ങളുടെ ബന്ധത്തിൽ. ഓക്കെ, 5 കപ്സ് ഉണ്ട് ഇവിടെ, 9 ഓഫ് പെന്റിക്കിൾസ്, പേജ് ഓഫ് കപ്സ്, 5 wands, ഡെവിൾ കാർഡ്, 7 of wands, 3 of wands, ace of pentacles നടുവിൽ. വാവ്. ഓക്കെ, chariot and queen of pentacles, 4 of wands, 3 of swords. എനിക്ക് ഒന്ന് രണ്ട് ക്ലാരിഫിക്കേഷൻ എനിക്കൊന്ന് വേണമായിരുന്നു. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്, ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഒരു എൻഡിലേക്ക് പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഉണ്ടാവാം. കാരണം ഇവിടെ ഒരു പാസ്റ്റിലേക്ക് നോക്കി നമ്മളൊരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മേ ബി ഒരു മിസ്സിങ് എനർജി ആയിരിക്കും ഇത്. ഒന്നാമത് മൂണിൻ്റെ എനർജി, ആക്ച്വലി ഇവിടെ മൂണും നമുക്ക് ദൂരെ കാണുന്ന പോലെ ഉണ്ടല്ലേ. സോ മേ ബി ആ ഒരു ഫുൾ മൂണിൻ്റെ എനർജി മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങളായാലും വളരെയധികം മിസ്സിങ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പറയാം നമുക്ക്. ഓക്കെ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, 9 ഓഫ് പെന്റിക്കിൾസ് നമ്മളൊരു വിഷ് എന്ന രീതിക്കാണ് പറയുക അല്ലേ, ആഗ്രഹം. അല്ലെങ്കിൽ നമ്മളൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾ ഒന്നായിട്ടൊരു ഫ്യൂച്ചറിൻ്റെ ഒരു സ്വപ്നം എന്നൊക്കെ പറയാം. ഓക്കെ, ആ ഒരു തരത്തിലുള്ള അവർക്കൊരു ഡ്രീം മേ ബി ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയതുകൊണ്ട് അവരതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് പറയാം. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് നിങ്ങളോട് ഫീലിങ്സ് അവർക്കുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് പറയാൻ ചിലപ്പോൾ വല്ല മെസ്സേജസ് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരത് ചിന്തിക്കുന്നുണ്ട് എന്ന രീതിയിൽ. ഓക്കെ, എവിടെയോ എനിക്ക് ഒരു ഫീലിംഗ് വന്നാൽ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലും അവരെവിടെയോ എനർജറ്റിക്കലി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലവർക്ക് മെസ്സേജ് വരും ചെയ്യും. അവർ ഇമോഷണൽ ആണ് വളരെയധികം. ഓക്കെ, അവരെ ഇമോഷണൽ ആക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ഓർക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന സമയങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇപ്പോൾ സെപ്പറേഷൻ, നോ കോൺടാക്ട് അല്ലെങ്കിൽ ലെസ് കോൺടാക്ട് എന്തും ആവാം. ഓക്കെ, ആ രീതിക്ക് നിങ്ങളുണ്ടെങ്കിൽ പേഴ്സണെ മിസ് ചെയ്ത് അവർക്ക് നിങ്ങളോട് ചിലവർക്ക് മെസ്സേജ് വരും ചെയ്യും. ഓക്കെ, അവർ ഒരുപാട് ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അവരെ മെസ്സേജ് വരാനുള്ള സാധ്യതയുമാണ്. ഓക്കെ, ബട്ട് ഇവിടെ ഇടയിലുള്ളത് 5 of wands ലൈക്ക് ഡെവിൾ എനർജിയും 5 of swords ഒക്കെയാണ്. ബട്ട് പേഴ്സൺ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചാൽ പക്ഷെ ചിലപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആക്ച്വലി ഫുൾ മൂൺ ന്യൂ മൂൺ സമയത്തൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളത് ശരിക്കും പറഞ്ഞാൽ കോൺടാക്ട് വരാതിരിക്കാൻ നല്ലതെന്ന് പറയും. കാരണം നിങ്ങളും ഇമോഷണൽ ആയിരിക്കും. ഓക്കെ, ആ ഇമോഷണൽ മൂഡിൽ നിങ്ങളും ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവിടെ കോൺഫ്ലിക്ട്സ് വരാനുള്ള സാധ്യതയാണ്. ഒരു ജലസി അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി, ഓക്കെ, നെഗറ്റീവ് തോട്ട്സ് വരുന്നതായിരിക്കാം. ഓക്കെ, ജലസി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം, അങ്ങനെയും പറയാം. ഓക്കെ, കോമ്പറ്റീഷൻ, നിങ്ങൾക്ക് തോന്നാം കോമ്പറ്റീഷൻ ഉണ്ടെന്ന്, അല്ലെങ്കിൽ അവർക്ക് തോന്നാം കോമ്പറ്റീഷൻ ഉണ്ടെന്ന്. കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ ലൈഫിൽ വേറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്ന പോരാം എന്ന് നിങ്ങൾക്ക് തോന്നാം. സോ അവിടെ ആ ഒരു നെഗറ്റിവിറ്റി വന്നിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഓൾറെഡി ഇന്നലത്തെ എനർജിയിലായിട്ടില്ലെങ്കിൽ അത് ഇനി ചിലപ്പോൾ സൂക്ഷിക്കാം. നിങ്ങൾ കോൺടാക്ട് വന്നാൽ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർക്ക് സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ അവർ വളരെ ഡിഫെൻസീവായിട്ട് നിൽക്കുകയാണ്. അതായത് എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന രീതിയിൽ. ഓക്കെ, അവർക്ക് ശരിക്കും ആഗ്രഹം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വളരെ സ്ട്രോങ് ആയിട്ട് ആക്ച്വലി ഏസ് ഓഫ് പെന്റിക്കിൾസ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളെ ലൈക്ക് കമ്മിറ്റ്മെൻ്റ് ആണ് അവരെ ഞാൻ ഇതൊന്നും പ്രോപ്പർ മാരേജ് കമ്മിറ്റ്മെൻറ്റ് എന്ന രീതിക്കൊക്കെയാണ് പറയുക. ബട്ട് ഇവിടെ നമ്മൾ സിറ്റുവേഷൻ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ എടുക്കുക. നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ടാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് കമ്മിറ്റഡ് ആണ് അവർക്ക്. അതായത് ജെനുവിൻ ആയിട്ടുള്ള ഫീലിങ്സ് ആണ്.
ബട്ട് അവർ സ്വയം ഒന്നിങ്ങനെ ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പറയണം എന്ന് ആഗ്രഹമുണ്ട്, ഓഫർ തരണം എന്ന് ആഗ്രഹം, ഞാൻ പറഞ്ഞില്ലേ മെസ്സേജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ലേശം അവർ ഒന്ന് ഡിഫെൻസീവ് ആവുക എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുമോ എന്നുള്ള ഒരു ആദ്യമേ നമ്മൾ പറയില്ലേ, ആദ്യമേ ഒന്ന് ഡിഫെൻസീവായിട്ട് നിൽക്കുക, പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അങ്ങനെ ആ ഒരു രീതിക്കാണ് നിങ്ങളെ പേഴ്സൺ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ബിഹേവിയർ. അപ്പോൾ അത് കാണുമ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഐ തിങ്ക് തീർച്ചയായിട്ടും വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാനോ അങ്ങനെയുള്ള സാധ്യതയാണ്. ഞാൻ ചാരിറ്റി കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു മീറ്റിങ്ങിന് പോസിബിലിറ്റി ആണ്. ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ പേഴ്സൺ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് വേണമെന്നുണ്ട്. ഓക്കെ, നിങ്ങളെ മീറ്റ് ചെയ്യണം എന്നും ആഗ്രഹമുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടും എന്ന് വളരെയധികം സ്ട്രോങ് ഫീലിംഗ് ആണ് ശരിക്കും. മേ ബി തേർഡ് പാർട്ടി ഉണ്ടാവാൻ ഇടയിൽ. ഓക്കെ, തേർഡ് പാർട്ടീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കാം നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റും ജലസിയൊക്കെ വരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അവർ മാരീഡ് ആവാം, അല്ലെങ്കിൽ വേറെ തേർഡ് പാർട്ടി ഉണ്ടാവാം, വേറെ എന്തെങ്കിലും ഫാമിലിയുടെ എന്ത് തന്നെ ആയാലും. ഓക്കെ, ഒരു തേർഡ് പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നാൻ എന്നിട്ട് അവർ അവിടെയാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു വേറെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അങ്ങനെയാവാം. ബട്ട് ഇവിടെ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ എന്ന് തന്നെയാണ്. ബട്ട് അവർ ആക്ഷൻ എടുക്കുന്നില്ല, അതാണ് ഇവിടെ പ്രശ്നം. ഇത് സാധാരണ നമ്മൾ ഈ ഓഫ് സോർട്സ് ആക്ഷൻ എടുക്കുന്ന തരത്തിലാണ് പറയുക. ബട്ട് ഈ പിക്ചർ റെപ്രസെൻറ്റേഷനിൽ അതിങ്ങനെ ഈ ഐസിൽ ഇങ്ങനെ പെട്ട് നിൽക്കുന്ന പോലെയാണ്. ഇനി അത് ഐസ് ഉരുകിയിട്ട് വേണം അത് ആ വാളെടുത്തവർ പൊരുതാൻ തുടങ്ങാൻ. ഓക്കെ, സാധാരണ ഞാൻ പറഞ്ഞു അവരിപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറില്ല. ഓക്കെ, അവർ ലേശം ഒന്ന് മാറി നിന്ന് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശരിയല്ലാത്ത ഒരു ഫീലിംഗ്, അവർക്കും അത്ര മൂഡ് ശരിയല്ല എന്ന് പറയാം. ഓക്കെ, ബട്ട് നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു വളരെ സ്ട്രോങ് ആയിട്ട് 2 ഓഫ് കപ്സ് എനർജിയാണ്, സോൾമേറ്റ് എനർജിയാണ് ഇവിടെ. എംപറർ ഉണ്ട്, ഫുൾ കാർഡ് ഉണ്ട്. ഓക്കെ, ഒരു ലേശം ഈഗോ ഉണ്ട്. ഓക്കെ, ലേശം ഈഗോ ഒക്കെ മാറ്റി വെച്ച് അവർക്ക് വരണം മുന്നോട്ട് എന്നുണ്ട്. ബട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ ഒന്ന് തണുത്ത് അവർ എന്താ പറയുക, കുറച്ചൊരു കോൾഡ് ബിഹേവിയർ എന്ന് പറയും. എനിക്ക് അങ്ങനെയാണ് വായിൽ വരുന്നത്. കോൾഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ട് കാണിക്കുക, ഡിഫെൻസീവ് ആയിട്ട് കാണിക്കുക, ആ രീതിയിലാണ് ഇപ്പോൾ അവരുടെ ബിഹേവിയർ. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളും ട്രിഗർ ആവും. ഓക്കെ, നിങ്ങളും ട്രിഗർ ആയിട്ടാണ് ഇവിടെ ഞാൻ അതാ പറഞ്ഞു, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. പേഴ്സൺ എങ്ങാനും കോണ്ടാക്ട് വന്നാൽ നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ, കാരണം സംസാരിക്കുമ്പോൾ അതൊരു അതിലേക്ക് പോകും. ഓക്കെ, മിസ്സിങ് എനർജി ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ട് മിസ്സിങ് എനർജി ഉണ്ട്. കുറേ പേർക്കൊക്കെ ചിലപ്പോൾ റീച്ച് ഔട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വന്നാൽ നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരാതെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ആൻഡ് നോക്കട്ടെ, കുറച്ച് കാർഡ്സ് കൂടി എടുത്തേക്കാം. നൈറ്റ് ഓഫ് സോർഡ്സ്, ഫുൾ കാർഡ് അഗൈൻ വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. വാവ്, കണ്ടോ, ഞാൻ ഷഫിൾ ചെയ്തിട്ട് വന്നു വീണ്ടും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിൽ പുതിയ ബിഗിനിങ് വരും. ഓക്കെ, ശരിയാവും, കാര്യങ്ങൾ ബെറ്റർ ആവും. ഇപ്പോൾ തൽക്കാലം മേ ബി എനർജി ഒന്ന് മാറുന്നവരൊന്ന് ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എടുത്തു ചാടി നിങ്ങളും അങ്ങോട്ട് പോകാതിരിക്കുക. ഓക്കെ, എടുത്തു ചാടി നിങ്ങൾ അവരെ റീച്ച് ഔട്ട് ചെയ്യാനൊന്നും നിങ്ങൾ പോകണ്ട. മിസ്സിങ് എനർജി ഉണ്ടെങ്കിൽ എനിക്കറിയാം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, അവരോട് സംസാരിക്കണം തോന്നും. പക്ഷെ സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പ്രോപ്പർ റെസ്പോൺസ് അല്ലെങ്കിൽ നിങ്ങളും ട്രിഗർ ആവും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് മാറി നിൽക്കുമെന്ന്. ഓക്കെ, അപ്പോൾ അവർ സംസാരിക്കാൻ അവരായിട്ട് വന്നാലും എവിടെയെങ്കിലുമൊക്കെ ട്രിഗർ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ തൽക്കാലം നിങ്ങളൊന്നും ചെയ്യാൻ പോകാതിരിക്കുക. ഓക്കെ, നിങ്ങളും ചെയ്യേണ്ട, അവർ വന്നില്ലെങ്കിൽ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു പുതിയ തുടക്കം പിന്നീട് വരും, ഇതൊരു മാറ്റം വരും. ഈ ഫുൾ മൂണൊക്കെ കഴിയുമ്പോൾ ഐ തിങ്ക് ഒരു ചേഞ്ചസ് വരും. 9 ഓഫ് പെൻറ്റിക്കിൾസും 9 ഓഫ് കപ്സും ഉണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. നിങ്ങൾ തമ്മിലൊരു റിയൂണിയനും ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. കിങ് ഓഫ് പെൻറ്റിക്കിൾസും നമ്മളിവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആദ്യമേ പറഞ്ഞു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ സോൾമേറ്റ് കണക്ഷൻ വളരെ സ്ട്രോങ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കപ്പിളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇതങ്ങനെ എൻഡായി പോകുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. എനിക്ക് തൽക്കാലം ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു ജസ്റ്റ് ടെമ്പററി ഫേസ് ആണ്. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് അല്ല. ഓക്കെ, ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് ചില സിറ്റുവേഷൻസോ സാഹചര്യങ്ങളോ കാരണമായിരിക്കാം. ഓക്കെ, ഒന്ന് വിട്ടേക്കുക തൽക്കാലം. ഓക്കെ, പേഴ്സണിൻ്റെ അടുത്തൊന്നും പറയാൻ പോകാതിരിക്കുക. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾ പറയേണ്ടത് പറയും വേണം കേട്ടോ. അതുകൊണ്ട് ഒട്ടും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടി വരും. പക്ഷെ പേഴ്സണിനെ പിന്നെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്സെറ്റ് ആവരുത്. ഓക്കെ, അവർ ചിലപ്പോൾ ഡിഫെൻസീവ് ആവും. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഡിഫെൻസീവ് ആവും അല്ലേ. സോ അങ്ങനെയൊക്കെ സംഭവിക്കാം, ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഫുൾ മൂൺ എനർജി, മിസ്സിങ് എനർജിയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടത്. അവർക്ക് ആ സ്ട്രോങ് ഫീലിങ്സ് നിങ്ങളോട് ഉണ്ട്. ഓക്കെ, നമുക്ക് പേഴ്സൻ്റെ മെസ്സേജ് കൂടി എടുക്കാം. അധികം ലോങ് റീഡിങ് ആവില്ല അല്ലേ, സാറി. വിഷ് യു കുഡ് പുട്ട് യുവർ സെൽഫ് ഇൻ മൈ ഷൂസ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഐ ഫീൽ. ഓക്കെ, അവർ പറയുന്നത് അവർ എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ
സ്ഥാനത്ത് നിങ്ങളൊന്ന് നിന്ന് നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച്. വെൻ യു ഹോൾഡ് മൈ ഹാൻഡ്സ് ദാറ്റ് വോംത് കീപ്സ് മൈ ഇൻസെക്യൂരിറ്റീസ് അവേ. നിങ്ങൾ അവരെ കൂടെ ഉള്ളത് അവർക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, നിങ്ങൾ ഒരുപാട് അവരെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഓരോന്നും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാം നിങ്ങളെ കൂടെ നിൽക്കാറുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് വളരെയധികം ഒരു സമാധാനം, അവർ ആ പേടികളൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. ടെൻഷൻസ് മാറാൻ. ഓക്കെ, ഡോണ്ട് ലൂസ് ഫെയ്ത്ത്, ഗുഡ് തിങ്സ് ആർ അഹെഡ് ഓഫ് us. ഓക്കെ, നിങ്ങൾ പേഴ്സൺ പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ബെറ്റർ ആവും എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അവരെ സ്ഥാനത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. യുവർ എനർജി ഹീൽസ് മീ. സെയിം തിങ്. നിങ്ങൾ അവരെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് വളരെ നല്ലൊരു ഫീലിംഗ് ആണ്. അവർക്കൊരു എന്താ പറയുക, അവരെന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അവർക്കും ഒരു വളരെ പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് കിട്ടുമെന്നാണ്. മൈ ലവ് ഫോർ യു ഇസ് അൺകണ്ടീഷണൽ. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കാണിക്കലും പറയലും ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹം തന്നെയാണ്. അൺകണ്ടീഷണലി അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഐ വുഡ് ടേക്ക് ബാക്ക് ഓൾ ദോസ് ഹേർട്ട്ഫുൾ വേർഡ്സ് ഐ ഹവ് സെഡ് ടു യു. ഓക്കെ, അവർ നിങ്ങളോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് തിരിച്ചെടുക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതിനൊക്കെ അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, സങ്കടമുണ്ട്, അവർക്ക് വിഷമമുണ്ട്. കാൺ ഗെറ്റ് മൈ ഐസ് ഓഫ് യുവർ ഫിഗർ ആൻഡ് ദ വേ യു മൂവ്. ഓക്കെ, നിങ്ങളെ കാണാൻ വലിയ നിങ്ങൾ വളരെ ഭംഗിയുള്ള ആളാവണം എന്നില്ല. മീൻസ് എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക, വേറെ നെഗറ്റീവായിട്ടല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഞാൻ അങ്ങനെ വലിയൊന്നും, പക്ഷെ അവരുടെ കണ്ണിൽ നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അതിപ്പോൾ മാൻ ആയാലും വുമൺ ആയാലും ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഹാൻസം വട്ടെവർ. ഓക്കെ, അപ്പോൾ അവർക്ക് നിങ്ങളെ അത്രയും കാണാനും ഒക്കെ ഇഷ്ടമാണ്. എല്ലാ തരത്തിലും ഉണ്ട് കേട്ടോ. അത് ഒരു ഇതിൻ്റെ മാത്രമല്ല പറയുന്നത്, അങ്ങനെ എടുക്കരുത്. ഐ എം ചൂസിങ് മൈസെൽഫ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം അവർ തൽക്കാലം അവനവനെ ചൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ എന്തോ നിങ്ങൾ തമ്മിലിടയിൽ ഒരു ചെറിയ സെപ്പറേഷനോ ഒരു മാറി നിൽക്കലോ ഉണ്ടാവാം. ഓക്കെ, അവർ അവനവനെ ചൂസ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് തൽക്കാലത്തേക്ക്. ഓക്കെ, കുറച്ചൊന്ന് മാറി സമാധാനത്തിലിരിക്കാൻ. മേ ബി അവർക്കൊരു ടെൻഷൻസോ കാര്യങ്ങളോ ഒരുപാട് ഉണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഐ ഹവ് ബീൻ ഗിവിങ് യു ലവ്, ഡിവോഷൻ ആൻഡ് റിസീവ് നത്തിങ് ബട്ട് യുവർ ക്രിറ്റിസിസം ആൻഡ് പെയിൻ. ഓക്കെ, നിങ്ങൾ അവർ പറയുന്നത് അവർ നിങ്ങൾക്ക് സ്നേഹം തന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ അവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയില്ല, മനസ്സിലാക്കാനും പറയുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ നോക്കാം എന്താണെന്ന്. ട്രൈങ് ടു ഫൈൻഡ് മൈ വേ ബാക്ക് ടു യു. അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരാനാണ് ആഗ്രഹം. ഓക്കെ, ബട്ട് അവർ എവിടെയോ നിങ്ങൾ തമ്മിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം നിങ്ങൾ. മേ ബി നിങ്ങൾ അവരെ മനസ്സിലാക്കാതെയാണോ, അതോ ഇനിയിപ്പോൾ ഇത് അവരുടെ തോന്നലാണ് എന്നിട്ട് അവർ ചെയ്യുന്ന, മേ ബി അവർ ചെയ്യുന്ന ഒരുപാട് ചെയ്യുന്നുണ്ട് എന്ന് അവരുടെ തോന്നലായിരിക്കും. ഓക്കെ, ബട്ട് മീൻസ് അവർക്ക് സാധിക്കുന്നത്ര അവർക്ക് ചെയ്യുന്നുണ്ടാവും, ബട്ട് അത് നിങ്ങൾക്ക് പോരാ എന്നുള്ളത്. പക്ഷെ അവർ രണ്ടും മനസ്സിലാക്കണം. എനിവേ, ക്യാൻ യു അറ്റ്ലീസ്റ്റ് ലിസൺ ടു മീ ആൻഡ് തിങ്ക് ഐ ഹാവ് ഓൾറെഡി ബിഗ് ക്രഷ് ഓൺ യു ഇഫ് യു വാണ്ട് അലൗഡ് ബിക്കം ലോങ്സ്റ്റിംഗ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് രണ്ടുപേരും കൂടി ശ്രമിച്ച് നമുക്ക് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാം എന്നാണ് പറയുന്നത്. എൻ്റെ നിങ്ങളോട് ഒരുപാട് ക്രഷ് ഉണ്ട് അവർക്ക്. ക്രഷ് മാത്രമല്ല, ഐ തിങ്ക് വളരെ ഡീപ്പ് സ്നേഹം തന്നെയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കാം. അവർ ചോദിക്കുന്നത് നിങ്ങൾ കേൾക്കുമോ എന്നാണ് ചോദിക്കുന്നത്, അവർക്ക് പറയാനുള്ളത്. ബട്ട് മേ ബി രണ്ടുപേരും ഓപ്പൺ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം ഉണ്ടാവാം. ഓക്കെ, എന്തായാലും അധികം നീട്ടുന്നില്ല അന്നത്തെ റീഡിങ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.